ഓക്കെ, ഞാൻ ഒരു 5 മിനിറ്റായി സ്റ്റാർട്ടൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലാസ് തുടങ്ങി വിചാരിച്ചിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ സ്റ്റാർട്ട് ക്ലിക്ക് ആയില്ലായിരുന്നു. അതാണ് സംഭവം. ഞാൻ ഇവിടെ കമന്റുകളൊക്കെ കാണുന്നുണ്ട്, ബ്ലാങ്ക് ആണ്, ഒന്നും കാണുന്നില്ല. അപ്പൊ നിങ്ങൾക്കൊന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഒന്നും കേൾക്കുന്നില്ല. ഞാനൊരു 6 മിനിറ്റായി സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ക്ലാസ് തുടങ്ങിയിട്ട്. പക്ഷെ ഇവിടെ എന്തായിട്ടില്ല, സ്റ്റാർട്ട് ക്ലിക്ക് ആയിട്ടില്ല. അത് ഇപ്പോഴാണ് നോക്കുന്നത്. കുറെ ആൾക്കാർ കട്ട് ഓഫ് ചോദിക്കുന്നു, കുറെ ആൾക്കാർ ഞാൻ എറണാകുളം, ചിറ്റൂര്, പാലക്കാട്, ഇവിടെ സുഖമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തോന്നാണ് ഞാൻ പറയുന്നത് ഇവർക്ക് ആർക്കും കേൾക്കുന്നില്ല. കാരണം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും അല്ല എന്ത് ചെയ്യുന്നത് അവിടെ മറുപടി വരുന്നത് വേറെ എന്തിനൊക്കെയോ ആണ് എന്ത് ചെയ്യുന്നത് മറുപടി വരുന്നത്. അപ്പൊ ഞാൻ പിന്നെയും ചോദിച്ചു, ഇതെന്തോന്ന് ഞാൻ ചോദിക്കുന്നതിനല്ല മറുപടി, പാലക്കാട്, ചിറ്റൂര്, എറണാകുളം, മലപ്പുറം, കാലിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ മറുപടി വരുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി കയറാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ടെലഗ്രാമിലെ ലിങ്ക് വഴി തന്നെ അല്ലേ നിങ്ങൾക്ക് കയറാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മള് മറ്റേ എക്സാമിന്റെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് കുറെ പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ ലിങ്ക് വഴി കയറാൻ പറ്റുന്നില്ല, കിട്ടിയില്ല എന്നൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വർക്ക് ആവുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ അവിടെ ഒരാൾ നേരത്തെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സാം ഇപ്പോൾ വല്ലതും നടക്കുമോ, ആകെ മടുത്തു. ഞാൻ അതിനൊക്കെ എത്രയോ സമയം വിശദമായിട്ടൊക്കെ മറുപടി പറഞ്ഞു. പക്ഷെ ഇവിടെ എന്തായിട്ടില്ല, സ്റ്റാർട്ട് ക്ലിക്ക് ആയിട്ടില്ല. അപ്പൊ ഞാൻ തുടക്കത്തിലേ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കുറെ പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പഠനമൊക്കെ മടുത്തു, വീട്ടിലിരുന്ന് മടുത്തു എന്നുള്ള ആ ഒരു ലെവലിലേക്ക്, എക്സാം ഒന്ന് വേഗം വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ. ചിലർ പറയുന്നുണ്ട്, നമ്മളൊക്കെ മിക്കവാറും എന്ത് ചെയ്യും, കൊറോണയൊക്കെ വന്ന് ചത്തുപോകും, അപ്പൊ അതുകൊണ്ട് വെറുതെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, ഉള്ള സമയം എൻജോയ് ചെയ്ത് നടക്കുകയാണെങ്കിൽ അതെങ്കിലും കിട്ടും മരണത്തിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മള് ആ ലെവലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ കൊറോണ അങ്ങ് തീർന്നിട്ട് ഇത്രയും കാലം മിണ്ടാതിരുന്ന്, അതായത് മറ്റുള്ളവരോട് ഇങ്ങനെ ചോദിക്കാഞ്ഞിട്ട് ഇങ്ങനെ പൊറുതി മുട്ടിയിട്ടിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്കാവും നമ്മൾ പോണം. ആദ്യം തുടങ്ങുന്നത് ആരായിരിക്കും? അച്ഛനും അമ്മയായിരിക്കും. എന്ത്, പഠിക്കാൻ അവസരം കിട്ടിയില്ല എന്നുള്ളത് ഇനി ഒരു എക്സ്ക്യൂസേ ഇല്ല. കാരണം ഇത്രയും കാലം നീ വീട്ടിലിരുന്ന് പഠിച്ചത് ഞങ്ങളൊക്കെ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നിനക്ക് ജോലി കിട്ടാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ വരുന്ന ആദ്യത്തെ എക്സാമിൽ അറിയാം. ഇതാണ് അച്ഛന്റെയും അമ്മയുടെയും വീട്ടിലെ ബാക്കിയുള്ളവരുടെയും ധാരണ. അപ്പൊ അതുകൊണ്ട് കൊറോണ തീർന്നാൽ നിങ്ങൾ നേരിടാൻ പോകുന്നത് ഈ വക അഭിപ്രായങ്ങളും ഈ വക ചോദ്യങ്ങളും ആയിരിക്കും. അപ്പൊ അതിന് നിങ്ങൾക്ക് പേടിയുണ്ടോ, നിങ്ങൾ പഠിച്ചോ. അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ കിട്ടുന്ന സമയമൊക്കെ ഇങ്ങനെ എല്ലാവരും മരിച്ചു പോകും, ഉറപ്പാണ്, കൊറോണയൊക്കെയാണ്, ഞാനും ആ കൂട്ടത്തിൽ അങ്ങ് പോവും എന്നുള്ള ഒരു ലെവലിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കൂല, നമ്മൾ കിട്ടുന്ന സമയത്തോട്ട് ഉപയോഗപ്പെടുത്തൂല്ല. പിന്നെ ആകെ തിരക്കിട്ട പഠനം പഠിക്കുന്ന എപ്പോഴാ? രാത്രി ഉറക്കം വരാൻ നേരത്ത് ആ ഉറക്കത്തെ ഒന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വേഗം പുസ്തകം എടുക്കും. വേഗം പുസ്തകം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉറക്കം ഒന്ന് സ്പീഡപ്പ് ആവുകയും ചെയ്യും. പിന്നെ വേറെ ഇല്ലാത്ത ചിന്തകളൊന്നും എന്ത് ചെയ്യൂല, കയറി വരൂല, ടെൻഷൻ അടിച്ച് ഉറക്കം പോവില്ല. പുസ്തകം എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഉറക്കം കൃത്യസമയത്തിന് കിട്ടുകയും ചെയ്യും. ഇതിനു വേണ്ടിയിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത്, രാത്രി പുസ്തകം എടുത്ത് വായിക്കാനിരിക്കുന്നത്. പകൽ ഇഷ്ടം പോലെ സമയം കിട്ടുമ്പോഴേയും രാത്രിയാവാൻ ഇനിയും സമയമുണ്ടല്ലോ, ഒരുപാട് മണിക്കൂറുകളുണ്ട്, പഠിക്കാനൊക്കെ ഇനിയും ഒരുപാട് സമയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് രാത്രി അങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞാലേ കുറെ പേർക്ക് എന്ത് ചെയ്യുള്ളൂ, സമാധാനമുള്ളൂ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ എക്സാം അനാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത്, വീട്ടിലിരുന്ന് മടുത്തു, ഇനിയിപ്പോ പരീക്ഷയ്ക്ക് ഉണ്ടാവുമോ എന്നറിയില്ല, ഇപ്പോഴൊന്നും നടക്കുമോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. അപ്പൊ തുടക്കം മുതലേ നമ്മൾ പറയാം, ഇത് നമുക്ക് ദൈവം തന്ന ഒരു അവസരമാണ്. അതായത് നമ്മളെ വീട്ടിൽ പിടിച്ച് ഇരുത്താനുള്ള ഒരു അവസരമാണ്. ആ ഇരുത്തുന്ന സമയം നമ്മൾ എന്ത് ചെയ്തോണം, നമ്മൾ പഠിച്ചോണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ബാക്കി എല്ലാ ലോക്ക്ഡൌണും തീർന്ന് പുറത്തേക്ക് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ അച്ഛൻ ആദ്യം ചോദിക്കും, ഇന്ന് എങ്ങോട്ടാണാവോ, ഇത്രയും കാലം പഠിച്ചതിനൊക്കെ വല്ല ഉപകാരം ഞങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള ലെവലിലേക്കായിരിക്കും എന്ത് ചെയ്യുക, അച്ഛൻ ആദ്യം ചോദിക്കുന്നത്. അമ്മയും തൊട്ട് പുറകെ സപ്പോർട്ട് ചെയ്യും. ശരിയാ, നമ്മളൊക്കെ ഇവിടെ വീട്ടിലിരുന്നിട്ട് പണിയെടുക്കുന്ന സമയത്ത് അവൾ അല്ലെങ്കിൽ അവൻ കുത്തിയിരുന്ന് പഠിക്കായിരുന്നു, പിന്നെ നമ്മളൊരു ജോലിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്താണ്, നമ്മളൊക്കെ മിണ്ടാതിരുന്നതാണ് എന്ന് അച്ഛനും അമ്മയും പറയുമ്പോൾ അത് നന്നായിട്ട് കൊള്ളും കേട്ടോ. കൊറോണ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് കൊള്ളും. അപ്പൊ ആ ഒരു പ്രതീക്ഷ, ആ ഒരു വിചാരം മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോളും,
നമ്മൾ പഠിച്ചോളൂ. അപ്പൊ ഇന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറോട് ബാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കി എടുത്തിരുന്നത്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യാം, നമ്മളെല്ലാവരും സേഫ് ആവുക. ആ സേഫ് സോണിൽ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക കേട്ടോ. അപ്പോ നമ്മളൊരു വനിതാ പോലീസ് കോൺസ്റ്റബിളിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 6 GK കൂടെ ബാക്കി ഉണ്ടായിരുന്നു. അതുകൂടെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അങ്ങോട്ട് തീർക്കണം. അത് തീർത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കവർ ചെയ്തിട്ട് പിന്നെ ബാക്കി നമുക്ക് നോക്കാം. അപ്പോ അതിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് നോർമലി നമ്മൾ കാണുന്നത് തന്നെയാണ്, പക്ഷെ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അതിലൊപ്പം കണക്റ്റഡ് ഓഫ് ആക്ട്. അതായത് നമ്മളൊന്നും കേൾക്കാത്ത കുറെ നിയമങ്ങളൊക്കെ അതിലുണ്ടാവും. അതായത് വിളവൈവിധ്യ കർഷകാവകാശ സംരക്ഷണ നിയമം എന്നുള്ള നിയമമൊന്നും നമ്മളാരും എന്ത് ചെയ്തിട്ടില്ല, നമ്മളാരും കേട്ടിട്ടില്ല, നമ്മൾ അതിനെ കുറിച്ചൊന്നും എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തതും കൂടെ വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കുറച്ചും കൂടെ അഡീഷണൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം, അവിടെ നോക്കുകയും ചെയ്യാം. അപ്പൊ നോക്കാം, തുടങ്ങാം. എന്തായാലും കുറെ പേര് ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ എന്തായാലും ആദ്യം ഒരു 5 മിനിറ്റ് ആരെയും കാണാതെ വെറുതെ ലാപ്പ് നോക്കിയിട്ട് ക്ലാസ് എടുക്കുകയും ചെയ്തു. പിന്നെയാണ് മനസ്സിലായത് എന്ത്, സ്റ്റാർട്ട് ക്ലിക്ക് ആയിട്ടില്ല. അവിടെ വീണ്ടും സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ പോൾ യൂസ് ചെയ്യുക, എന്ത് ഇടരുത്, കമന്റ് ഇടരുത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് 5 മണിക്ക് ഒരെണ്ണം കൂടെ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോ 4 മണി 4:10 ആകുമ്പോൾ കഴിയുമല്ലോ. അത് കഴിഞ്ഞിട്ട് 5 മണിക്ക് ഒരു ഫ്രീ സ്പെഷ്യൽ ലൈവും കൂടെ ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തന്നെ കേട്ടോ. അപ്പോ ചോദ്യം, പോൾ യൂസ് ചെയ്യാം. മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന്റെ പ്രവർത്തന ഫലമായി പാസ്സാക്കിയ നിയമം: ഉപഭോക്തൃ സംരക്ഷണ നിയമം, വിവരാവകാശ നിയമം, വിളവൈവിധ്യ കർഷകാവകാശ സംരക്ഷണ നിയമം, സ്ത്രീധന നിരോധന നിയമം. ഓപ്ഷൻ കമന്റ് ചെയ്യാതിരിക്കുക, പോൾ യൂസ് ചെയ്യുക കേട്ടോ. ഓപ്ഷൻ കമന്റ് ഇടാതിരിക്കുക, പോൾ യൂസ് ചെയ്യുക. ഇത് നമ്മൾ എന്നും കാണുന്നതാണ്. ഇത് അപ്പോ ലീഡർ ബോർഡിൽ ഫസ്റ്റ് ഉള്ള ആളുകൾ ശ്രീജിത്ത്, ശ്രീ ശ്യാം ജയനാഥ്, രേഷ്മ വിജേഷ്, അഞ്ജലി, ഷബീബ്, സ്വരാഗ്, രഞ്ജിത, അരവിന്ദ്, ശ്രീജിത്ത്, ഉദയൻ. അപ്പൊ ആദ്യത്തെ 10 ആളുകൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ആളുകൾ വിട്ടുകൊടുക്കാതിരിക്കാനും ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ്? ഇവിടെ ഉത്തരം നമുക്കറിയാം, വിവരാവകാശ നിയമമാണ് എന്ത് ചെയ്ത് മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് പാസാക്കിയത്. തൊഴിലുറപ്പ് നിയമം പാസാക്കാനും ആര് തന്നെയാണ് പ്രവർത്തിച്ചത്? തൊഴിലുറപ്പ് നിയമം പാസാക്കാനും മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ തന്നെയാണ് പ്രവർത്തിച്ചത് കേട്ടോ. അവിടെ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക, മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. PSC കഴിഞ്ഞ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് വിവരാവകാശ നിയമം പാസാക്കാൻ പിന്നിൽ പ്രവർത്തിച്ച സംഘടന. അപ്പൊ അവിടെ എന്ത് കൊടുത്തു? മസ്ദൂർ കിസാൻ സംഘടൻ എന്നൊരു ഓപ്ഷൻ A കൊടുത്തു, ശക്തി കൊടുത്തില്ല. ജോലി അർജന്റ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു? നേരെ കയറി കറുപ്പിച്ചു, മസ്ദൂർ കിസാൻ സംഘടൻ, ഇത് ഞാൻ എന്നും കാണുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അങ്ങ് കയറി കറുപ്പിച്ചു. അടുത്ത ചോദ്യം വായിക്കുമ്പോഴാണ് തൊട്ട് മുകളിൽ D ഓപ്ഷൻ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് കാണുന്നത്. അപ്പൊ അവനവന്റെ ഉള്ള ശക്തിയൊക്കെ ചോർന്നു പോയിട്ടുണ്ടാവും. കാരണം ഈ ശക്തി എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇത് ഫസ്റ്റേ കണ്ടപ്പോ എന്തുണ്ടാവും? അങ്ങ് കയറി അടിച്ചിട്ടുണ്ടാവും മസ്ദൂർ കിസാൻ സംഘടൻ. അപ്പൊ അതുപോലുള്ള ചെറിയ ചെറിയ ട്രാപ്പുകളിൽ വീഴുന്നത് പഠിക്കാത്ത ആളുകളല്ല, ഏറ്റവും കൂടുതൽ പഠിച്ച് തഴമ്പിച്ച ആളുകളുണ്ടല്ലോ, ഇവരാണ് അതുപോലുള്ള ട്രാപ്പിൽ ആദ്യം കയറിയിട്ട് എന്ത് ചെയ്യുന്നത്? വീഴുന്നത് കേട്ടോ. ഇനിയോ, ഇത് എവിടുത്തെ സംഘടനയാണ്? രാജസ്ഥാനിലെ സംഘടനയാണ്. പിന്നെയോ, ഇതിന്റെ ഫൗണ്ടർ ആരാണ് എന്നുള്ളൊരു ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അരുൺ റോയ്. അതൊന്ന് എഴുതി വെച്ചോ. അരുൺ റോയ് എന്നുള്ളതാണ് ഫൗണ്ടർ എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് എഴുതി വെച്ചോ. 2 ആളുകളാണ് മെയിൻ ആയിട്ട്, അരുൺ റോയ്, നിഖിൽ ഡേ കേട്ടോ. അരുൺ റോയ്, നിഖിൽ ഡേ എന്നുള്ള 2 ആളുകളാണ്. അരുൺ റോയ്, നിഖിൽ ഡേ, ആ 2 ആളുകളുടെ പേരൊന്ന് എഴുതി വെക്കുക. ഏത് സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരാണെന്ന് എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കണം എന്ത്?
രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറഞ്ഞ സംഘടനയാണ്. ഈ സംഘടന 1987 രൂപീകരിച്ചതാണ്. പക്ഷെ അതൊന്നും ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് അരുൺ റോയ് ഇമ്പോർട്ടന്റ് ആണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ രാജസ്ഥാൻ തൊഴിലുറപ്പ് നിയമത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും ഇതേ സംഘടനയാണ് എന്നെന്ത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം കേട്ടോ. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നാ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നാണ് 1986. 1986 കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. ലേറ്റസ്റ്റ് എഴുതി വെച്ചോ 2019. 2019 കേട്ടോ. 2019 ഓഗസ്റ്റ് 9-ാം തീയതിയാണ് എന്ത് ചെയ്തത്, ഉപഭോക്തൃ സംരക്ഷണ നിയമം ലേറ്റസ്റ്റ് പാസ്സാക്കിയത്. ഓഗസ്റ്റ് 9 നിലവിൽ വരുന്നതാണ് കേട്ടോ. ആ നിയമം നിലവിൽ വരുന്നതാണ് ഇപ്പോ ഓഗസ്റ്റ് 9-ാം തീയതി. 2019 ഓഗസ്റ്റ് 9-ാം തീയതി എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ രണ്ടെണ്ണമായി നമുക്ക് പഠിക്കാനുണ്ട്, ലേറ്റസ്റ്റും പഠിക്കാനുണ്ട്. നേരത്തെ ആണെങ്കിൽ നമുക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ്സാക്കിയ വർഷം, ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ്സാക്കിയ വർഷം എന്ന് മാത്രമേ ഉള്ളൂ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ലേറ്റസ്റ്റ് എന്ത് ചെയ്തു, 2018 ഒരു ബില്ല് കൊണ്ടുവന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, 2019 ഓഗസ്റ്റ് 9-ാം തീയതി എന്ത് ചെയ്യുന്നു, അതിന്റെ ഡേറ്റും കൂടെ എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ അത് രണ്ടും ഓർത്തിരിക്കുമല്ലോ, 2019-ഉം 1986-ഉം. ഇനി ദേശീയ ഉപഭോക്തൃ ദിനം എന്നാ, ദേശീയ ഉപഭോക്തൃ ദിനം എന്നാ, ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24 എന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം, നമുക്ക് ആവശ്യമുണ്ട്. കഴിഞ്ഞ വിയോഗ ചോദിച്ച ചോദ്യമാണ് ഇത്. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24 എന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ കൊടുത്തിട്ട്. 2019 പുതിയ നിയമം വന്നതാണ് കേട്ടോ. 2019 പുതിയ നിയമം വന്നതാണ്. ഇത് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞിട്ട് 2019 പുതിയൊരു നിയമം വന്നു. 1986 അതേ ഉപഭോക്തൃ സംരക്ഷണ നിയമമാണോ ഇപ്പൊ വരേണ്ടത്? 1986 ഈ പറയുന്ന നമ്മുടെ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഈ പറയുന്ന മൊബൈൽ ഉൽപ്പന്നങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നിയമം കുറച്ച് പഴകിയില്ലേ, നിയമം എന്ത് ചെയ്തു, കുറച്ച് പഴകി. അപ്പൊ ലേറ്റസ്റ്റിനനുസരിച്ച് നമുക്ക് ഉപഭോക്താക്കൾ പലതരത്തിലാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ചൂഷണം ചെയ്യപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഓൺലൈൻ സംവിധാനങ്ങളും ഒക്കെ വന്നപ്പോൾ ഇപ്പൊ പർച്ചേസും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ഓൺലൈനിലേക്ക് മാറിയപ്പോഴൊക്കെ എന്ത് ചെയ്തു, അതിനനുസരിച്ചിട്ട് നിയമം വേണം കേട്ടോ. ഇപ്പൊ നമ്മള് 1986 ഇപ്പൊ നമുക്ക് 85 കാലഘട്ടങ്ങളിലാണെങ്കിൽ അന്ന് മൊബൈൽ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നതിന് ഫൈൻ ചുമത്തുക എന്നൊരു സംഭവം ഉണ്ടാവൂ? അമെന്റ്മെന്റ് അല്ല കേട്ടോ. ഞാൻ പറയുന്നത് നിയമം കാലത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, മാറ്റപ്പെടും. ഇത് അമെന്റ്മെന്റ് ആയിട്ടല്ല. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരെണ്ണം എന്ത് ഇതാണ്, പുതുതായിട്ട് വന്നതാണ് കേട്ടോ. ലോക ഉപഭോക്തൃ ദിനമാണ് ഇന്ന്. ലോക ഉപഭോക്തൃ ദിനമാണ് ഇന്ന്. മാർച്ച് 15 ദേശീയ ഉപഭോക്തൃ ദിനമാണ് ഇത്. ഡിസംബർ 24 അതൊക്കെ സ്ഥിരം ചോദ്യമാണ്, നമ്മൾ എന്നും കാണുന്ന ചോദ്യങ്ങളാട്ടോ. ലോകമാണ് ഇത് മാർച്ച് 15, ഡിസംബർ 24 ഇത് ദേശീയ ഉപഭോക്തൃ ദിനം. ഓക്കെ, അപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അത്രയും മതി നമുക്ക്. ഇനിയോ വിവരാവകാശ നിയമം പാസ്സാക്കിയത്, വിവരാവകാശ നിയമം പാസ്സാക്കിയ ഡേറ്റ്, വിവരാവകാശ നിയമം പാസ്സാക്കിയ ഡേറ്റ് ജൂൺ 15, 2005 കേട്ടോ. ജൂൺ 15, 2005 എന്നുള്ളത്. ജൂൺ 15, 2005 എന്ത് ചെയ്തത്, വിവരാവകാശ നിയമം പാസ്സാക്കിയത്. നിലവിൽ വന്നത് ഒക്ടോബർ 12 കേട്ടോ. നിലവിൽ വന്നത് ഒക്ടോബർ 12. നിലവിൽ വന്നത് ഒക്ടോബർ 12. ഈ രണ്ട് ഡേറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിവരാവകാശ നിയമം, വിവരാവകാശ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണെന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ആരായിരിക്കും?
വിവരാവകാശ ബില്ലിൽ ഒപ്പുവെച്ചത് APJ അബ്ദുൽ കലാം. അതേ വർഷം തന്നെയാണ് ഏതും വരുന്നത്, തൊഴിലുറപ്പ് നിയമം വരുന്നത്. അപ്പൊ തൊഴിലുറപ്പ് ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചാലും ആരെന്നെയാണ്? APJ അബ്ദുൽ കലാം തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ 2 ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ജൂൺ 15 പാസ്സാക്കി, മറ്റൊന്ന് ഒക്ടോബർ 12 നിലവിൽ വന്നു. ജൂൺ 15 രാഷ്ട്രപതി എന്ത് ചെയ്യുന്നത്? ഒപ്പുവെക്കുന്നത്. ആ ഒപ്പുവെക്കുമ്പോൾ തന്നെ പറഞ്ഞു എന്ത്, ഇത് ഏത് ഡേറ്റോടുകൂടെ പ്രാബല്യത്തിൽ വരും? ഒക്ടോബർ 12 പ്രാബല്യത്തിൽ വരും എന്ന് പറഞ്ഞു. അങ്ങനെ പറയാത്ത സംഭവങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ആ ഒപ്പിടുന്ന ഡേറ്റ് മുതൽ പ്രാബല്യത്തിൽ വരുന്നത് കേട്ടോ. അപ്പൊ 2005 ജൂൺ 15 ഓർത്തിരിക്കണം, 2005 ഒക്ടോബർ 12 നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഓർത്തിരിക്കണം. അപ്പൊ ഈ 2 ഡേറ്റ് ഓർത്തിരിക്കുമല്ലോ. 2005 ജൂൺ 15 ഒക്ടോബർ 12. ഇനി വിവരാവകാശ നിയമം അത് മതി. വിവരാവകാശ നിയമമാണെങ്കിലും അതേപോലെ തന്നെ തൊഴിലുറപ്പ് നിയമമാണെങ്കിലും പിന്നിൽ പ്രവർത്തിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടന, 2 ബില്ലിലും ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ് ചോദിച്ചാൽ ആരെന്നെയാണ്? APJ അബ്ദുൽ കലാം. നെക്സ്റ്റ് വിള വൈവിധ്യ കർഷകാവകാശ സംരക്ഷണ നിയമം. വിള വൈവിധ്യ കർഷകാവകാശ സംരക്ഷണ നിയമം 2001 കേട്ടോ. 2001 എന്ത് ചെയ്യുന്നത്? ഈ നിയമം വരുന്നത്. ഇന്നേ വരെ ആര് ചോദിച്ചിട്ടില്ല? PSC ചോദിച്ചിട്ടില്ല കേട്ടോ. ഇന്നേ വരെ PSC ചോദിച്ചിട്ടില്ല. തൊഴിലുറപ്പ് നിയമമാണെങ്കിലും വിവരാവകാശ നിയമമാണെങ്കിലും 2005 രണ്ടും ഒരേ വർഷം തന്നെയാണ് കേട്ടോ. അപ്പൊ വിള വൈവിധ്യ കർഷകാവകാശ സംരക്ഷണ നിയമം എന്നുള്ളത് എന്ത് ചെയ്യുക? അവിടെ ഓർത്തിരിക്കുക. ഡേറ്റ് വേണമെങ്കിലും എഴുതി വെച്ചോ. 2001 ഒക്ടോബർ 30. 2001 ഒക്ടോബർ 30 എന്നുള്ളൊരു ഡേറ്റ് അവിടെ എഴുതി വെച്ചു കേട്ടോ. 2001 ഒക്ടോബർ 30. അത് പിന്നെ ഓർത്തിരിക്കാൻ സുഖമാണ്. 10, 20, 30 എന്നുള്ള ഡേറ്റ് അതിൽ തന്നെ ഉണ്ട്. ആ ഒരു ക്രമം 10, 20, 30 എന്നുള്ള ആ ഒരു ക്രോപ്പ് വെറൈറ്റി നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ ചന്തയിൽ ചെന്ന് കഴിഞ്ഞാൽ കണ്ടിട്ടില്ല നിങ്ങൾ ഈ പച്ചക്കറിക്കൊക്കെ വില പറയുന്നത് 10, 20, 30 എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലെവലിലാണ് ക്രോപ്പ് വെറൈറ്റീസ്, വിളവൈവിധ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ലെവലിൽ തന്നെ എന്ത് ചെയ്താൽ മതി? അവിടെ ഓർത്തിരുന്നാൽ മതി. ആ 3 സംഖ്യകളും അതിൽ തന്നെ ഇല്ലേ? 30-ാം തീയതി ഡേറ്റ്, 10ാമത്തെ മാസം, പിന്നെ തുടങ്ങുന്നത് ആ 20ഉം 10ഉം അതിൽ തന്നെ ഉണ്ട്. 2001 എന്നുള്ളത് നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 10ഉം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 20ഉം അതന്നെയല്ലേ ആ ഡേറ്റ് എന്ന് പറയുന്നത്, 30 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നെക്സ്റ്റ് സ്ത്രീധന നിരോധന നിയമം. അപ്പൊ വിളവൈവിധ്യം അത്ര മതിട്ടോ. ഇന്നേ വരെ എന്ത് ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് പഠിക്കുക? അറ്റ്ലീസ്റ്റ് 2001 എന്നുള്ള വർഷമെങ്കിലും പഠിക്കുക കേട്ടോ. 2001 എന്നുള്ള വർഷമെങ്കിലും പഠിക്കുക. ഡേറ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സ്ത്രീധന നിരോധന നിയമം. സ്ത്രീധന നിരോധന നിയമം 1961. 1961 കേട്ടോ. 1961 മെയ് 20-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ഡേറ്റ് ഇന്നേ വരെ ചോദിച്ചിട്ടില്ല കേട്ടോ. ഡേറ്റ് എന്ത് ചെയ്തിട്ടില്ല? ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. മെയ് 20-ാം തീയതിയാണ് അത് നിലവിൽ വരുന്നത്. സ്ത്രീധന നിരോധന നിയമം എന്നുള്ളത് എന്ത് ചെയ്യുക? അവിടെ ഓർത്തിരിക്കുക കേട്ടോ. ഇത് പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ആദ്യമായിട്ട് സംയുക്ത സമ്മേളനം 108 പ്രകാരമുള്ള ആദ്യത്തെ സംയുക്ത സമ്മേളനം ചേരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? സ്ത്രീധന നിരോധന ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സംയുക്ത സമ്മേളനം 108 പ്രകാരം ചേരുന്നത് എപ്പോഴാണ്? 1961 അത് കഴിഞ്ഞ് 78 ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട്, പിന്നെയോ അതിനുശേഷം പോട്ട നിയമവുമായി ബന്ധപ്പെട്ട്. അത് 3 നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3 നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1 സ്ത്രീധനം, 2 ബാങ്കിങ്, 3 പോട്ട. വർഷം 61, 78,
2002. എന്നിട്ട് കൂട്ടി അങ്ങോട്ട് വായിച്ചാൽ മതി. എന്ത്? സ്ത്രീധനം ബാങ്കിലേക്ക് പോട്ടെ എന്ന് വായിച്ചാൽ മതി കേട്ടോ. സ്ത്രീധനം ബാങ്കിലേക്ക് പോട്ടെ എന്ന് കൂട്ടി വായിച്ചാൽ മതി. അപ്പൊ പിന്നെ ആ ക്രമത്തിൽ എന്ത് ചെയ്യാം, അത് അവിടെ ഓർത്തിരിക്കാം. സാധാരണ അങ്ങനെ തന്നെയാണല്ലോ സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ സ്ത്രീധനം ബാങ്കിലേക്ക് പോട്ടെ എന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ സ്ത്രീധന നിരോധന നിയമം ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് പോട്ടാ നിയമം. പോട്ടാ നിയമം എന്താ? പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് കേട്ടോ. ഭീകരവാദ വിരുദ്ധ നിയമം എന്ന് പറഞ്ഞിട്ട് പോട്ട, POTA. പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് 2002 കേട്ടോ. 2002 61 78 2002. അത് ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ അത് കിട്ടുമല്ലോ. നമുക്ക് പാർലമെന്റ് സംയുക്ത സമ്മേളനം ആകെ എത്ര നടന്നിട്ടുള്ളൂ? 3 എണ്ണം നടന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ചോദിക്കും വനിതാ ബില്ല് അതേപോലെ തന്നെ GST ബില്ല് ഇതൊന്നും അതിൽ കൂട്ടൂലേ? അതൊന്നും എന്ത് ചെയ്യൂല, 108 പ്രകാരമുള്ളതല്ല. PSC 2016 ലാസ്റ്റ് ആണ് എന്ത് ചെയ്തത്? HSST ഇംഗ്ലീഷിന്റെ പരീക്ഷയിലാണ് ഇന്ത്യയിൽ എത്ര തവണ പാർലമെന്റ് സംയുക്ത സമ്മേളനം നടന്നത് എന്ന് ചോദിച്ചു. അതേ വർഷം തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അവസാനമായി സംയുക്ത സമ്മേളനം നടന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ പോട്ട എന്നുള്ള ഉത്തരം 2016 കൊടുത്തു. വനിതാ ബില്ല് കൂട്ടുകയാണെങ്കിൽ 2008 നടന്ന വനിതാ ബില്ല് നടക്കുന്നത്. അതെവിടെ ഉൾപ്പെടുത്തണമായിരുന്നു? 2016 ഉൾപ്പെടുത്തണമായിരുന്നു. അപ്പൊ ആ 2 തവണ എന്ത് ചെയ്തിട്ടില്ല? ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് ഏതാണ്? 3 തവണ സംയുക്ത സമ്മേളനം അവസാനം പോട്ട ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക കേട്ടോ. ഇതിന്റെ മുമ്പിലുള്ള ലിങ്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുമ്പുള്ള എന്റെ സ്പെഷ്യൽ ക്ലാസ് നോക്കിയാൽ മതി കേട്ടോ. എന്റെ പ്രൊഫൈൽ എടുത്തിട്ട് നേരെ സ്പെഷ്യൽ ക്ലാസ് പോവുക, സ്പെഷ്യൽ ക്ലാസ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മതി. അവിടെ ക്രമത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഓരോരോ ബാക്കിയായിരിക്കും കേട്ടോ. അപ്പൊ ഈ 4 എണ്ണം ആയല്ലോ. നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമമാണെങ്കിലും വിവരാവകാശ നിയമമാണെങ്കിലും സ്ത്രീധന നിരോധന നിയമമാണെങ്കിലും മുമ്പ് കുറച്ചൊക്കെ അറിയാം. പക്ഷെ നമ്മൾ തീരെ കേൾക്കാത്ത പുതിയൊരു ഫാക്ട് ആണ് ഇത്. വിളവൈവിധ്യ കർഷകാവകാശ സംരക്ഷണ നിയമം, ക്രോപ്പ് വെറൈറ്റീസ് ആൻഡ് ഫാർമേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നിയമമാണ് ഇത് 2001 കേട്ടോ. ഇനിയോ അടുത്ത ചോദ്യം. എന്ത് യൂസ് ചെയ്യരുത്? കമന്റ് ഇടരുത്, പോൾ യൂസ് ചെയ്യാം കേട്ടോ. കമന്റ് ഇടരുത്, പോൾ യൂസ് ചെയ്യാം. ഗിർന നദി പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി ഏത്? ഗോദാവരി, മഹാനദി, കാവേരി, താപ്തി. ഗിർന നദി പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി ഏത്? ഗോദാവരി, മഹാനദി, കാവേരി, താപ്തി. ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് ഇതൊക്കെ എത്ര പഠിച്ചാലും ഇതിൽ കുറെ പുതിയ ആളുകൾ ഉണ്ടാവും. പുതിയ ആളുകൾക്ക് ഗിർന എന്നൊന്നും കേട്ട് കഴിഞ്ഞാൽ അത്ര വലിയൊരു ഇതൊന്നും ഇല്ല. മാണി, ശ്യാം, അഞ്ജലി കെ പിള്ള, 3 ആളുകൾ. ഉത്തരം ഏതാണ്? താപ്തി നദിയാണ് ഇത്. താപ്തി നദിയുടേതാണ് ഇത്. ആനർ, ഗിർന, പൂർണ. മെയിൻ ആയിട്ടുള്ള 3 എണ്ണമാണ് ഇത്. ആനർ, ഗിർന, പൂർണ കേട്ടോ. ആ നാ നോക്കിക്കഴിഞ്ഞാൽ നാ ഉള്ളത് മൊത്തം ആരുടേതായിരിക്കും? താപ്തിയുടേതായിരിക്കും കേട്ടോ. അതായത് നിങ്ങൾ താപ്തി എന്നുള്ളതിനെ എങ്ങനെ വായിച്ചാൽ മതി? താപ്പാന എന്ന് വായിക്കുക ഒന്നുകിൽ. അപ്പൊ തന്നെ കിട്ടും നാ വരുന്നത് മൊത്തം ആരുടെയാണ്? ആനർ, ഗിർന, പൂർണ, മോന, സിപ്ന ഒക്കെ ആരുടെയാ? ഒക്കെ താപ്തിയുടെയാണ്. ആ ഒരു നായുടെ താളത്തിലാണ് എല്ലാ പോഷക നദികളും ആരുടേത്? താപ്തിയുടേത്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 3 എണ്ണമാണ് ഇത്. ആനർ, ഗിർന, പൂർണ. അത് കൂട്ടി വായിക്കാം. താപ്പാനയുടെ പുറത്താണ് ഗിരി എന്ന് കൂട്ടി വായിക്കാം കേട്ടോ. താപ്പാന എന്ന് വായിച്ചാൽ താപ്തിയുടേതാണ് ആനർ, പുറത്താണ് എന്നുള്ളത് പൂർണ, ഗിരി എന്നുള്ളത് ഗിർന. അങ്ങനെ 3 എണ്ണേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ടുള്ളൂ കേട്ടോ. ആനർ, പൂർണ, ഗിർന. അപ്പോ ആനയുടെ പുറത്താണ് ഗിരി എന്നുള്ളതാണ്. പക്ഷെ അത് താപ്തിയുടേതാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? താപ്പാനയുടെ പുറത്താണ് ഗിരി എന്ന് കൂട്ടി വായിക്കുന്നത് കേട്ടോ. അത് കിട്ടുമല്ലോ.
അപ്പൊ താപ്തിയുടെ പോഷക നദികളായി. ഇനിയോ ഗോദാവരി, ഗോദാവരിയുടെ മെയിൻ ആയിട്ടുള്ള പോഷക നദി പറഞ്ഞോ? ശബരി, പ്രാണഹിത, ഇന്ദ്രാവതി. ശബരി, പ്രാണഹിത, ഇന്ദ്രാവതി കേട്ടോ. ശബരി, പ്രാണഹിത, ഇന്ദ്രാവതി. പിന്നെ അവിടെ ഏതും കൂടെ എഴുതി വെച്ചോ? പെയിൻ ഗംഗ, വെയിൻ ഗംഗ കേട്ടോ. പെയിൻ ഗംഗ, വെയിൻ ഗംഗ. പെയിൻ ഗംഗ, വെയിൻ ഗംഗ. ഇത് രണ്ടും എന്ത് ചെയ്തോ? അവിടെ എഴുതി വെച്ചോ കേട്ടോ. പെയിൻ ആണെങ്കിലും വെയിൻ ആണെങ്കിലും അവിടെ ഓർത്തിരിക്കുക കേട്ടോ. പെയിൻ ആണെങ്കിലും വെയിൻ ആണെങ്കിലും ഏതാണ്? പെയിൻ ഗംഗ കേട്ടോ. പെൻ ഗംഗ എന്നുള്ളത് തന്നെയാണ് ഈ പെയിൻ ഗംഗ എന്നൊക്കെ കൊടുക്കാറുള്ളത് കേട്ടോ. പെൻ ഗംഗ എന്നാണ് എന്ത് ചെയ്യാറുള്ളത്? കാണാറുള്ളത്. പെൻ ഗംഗ, വെയിൻ ഗംഗ. ചിലപ്പോൾ അത് പെയിൻ ഗംഗ എന്നും എന്ത് ചെയ്യാറുണ്ട്? അവിടെ കൊടുക്കാറുണ്ട് കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും ഏതിന്റെയാണ്? രണ്ടും ഗോദാവരിയുടെയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക കേട്ടോ. പെൻ ഗംഗ, വെയിൻ ഗംഗ എന്നൊക്കെ കൊടുക്കാറുണ്ട്. നമുക്കറിയാം ഗോദാവരി എന്ന് പറയുന്നത് ആരാ? വൃദ്ധഗംഗയല്ലേ? വൃദ്ധഗംഗയാവുമ്പോ എങ്ങനെ വായിച്ചാൽ മതി? അത് വയ്യാത്ത ഗംഗ, അതന്നെയല്ലേ വൈൻ ഗംഗ എന്ന് പറയുന്നത് കേട്ടോ. വൃദ്ധഗംഗയാണെന്ന് നമുക്കറിയാലോ. ഗോദാവരിയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത്. അപ്പൊ വയ്യാത്ത ഗംഗ എന്ന് ഓർത്താൽ മതി. അപ്പൊ നമുക്ക് ഏത് കിട്ടിക്കോളും? ഗോദാവരി എന്ന് കിട്ടിക്കോളും കേട്ടോ. അപ്പൊ വയ്യാത്ത ഗംഗ എന്നുള്ള ലെവലിൽ എന്ത് ചെയ്താൽ മതി? അവിടെ വായിച്ചാൽ മതി. അപ്പൊ ഗോദാവരി എന്ന് പെട്ടെന്ന് കിട്ടും. അപ്പൊ പെൻഗംഗ, വെയിൻ ഗംഗ ഇതൊക്കെ ഏതാണ്? ഗോദാവരിയുടെ ഏതാണ്? ശബരിയുടെ പ്രാണനാണ് ഇന്ദ്രാവതി എന്ന് കൂട്ടി വായിച്ചാൽ മതി. ശബരിയുടെ പ്രാണനാണ് ഇന്ദ്രാവതി എന്ന് കൂട്ടി വായിച്ചാൽ മതി. അവിടെ ഏതിന്? ബാക്കി മൂന്നെണ്ണം ഓർത്തിരിക്കാൻ കേട്ടോ. ശബരിയുടെ പ്രാണനാണ് ഇന്ദ്രാവതി എന്ന് എന്ത് ചെയ്താൽ മതി? കൂട്ടി വായിച്ചാൽ മതി. മഹാനദി, മഹാനദി, മഹാനദിയാണ് ഇത്. ഷിറ്റ് ഓർത്തിരുന്നാൽ മതി അല്ലെ? മൂന്നെണ്ണം ഷിറ്റ്. മഹാനദിയുടെ പോഷക നദിയാണ് ഇത്. ഷിയോനാദ് ഇബ് ടെൽ. ഷിയോനാദ് ഇബ് ടെൽ. അതാണ് ഷിറ്റ്. മഹാനടന്റെ ഷിറ്റ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി അവിടെ കേട്ടോ. നമ്മള് പണ്ട് മുതലേ കേട്ട് പരിചയമുള്ളതാണ് ഇത്, മഹാനടന്റെ ഷിറ്റ് എന്നുള്ള പ്രയോഗം. അപ്പൊ അത് അങ്ങനെ തന്നെ എന്ത് ചെയ്താൽ മതി? ആ ഷിറ്റിൽ തന്നെ ഉണ്ട് ഏത്? ഷിയോനാദ് ഇബ് ടെൽ എന്നുള്ളത് മൂന്നും അവിടെ തന്നെ ഉണ്ട്. ആ ലെവലിൽ തന്നെ എന്ത് ചെയ്താൽ മതി? അവിടെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പൊ ആ മഹാനദി എന്നുള്ളത് നമുക്ക് എന്ത് വായിക്കാം? മഹാനടൻ എന്ന് വായിക്കാം. അപ്പൊ മഹാനടന്റെ ഷിറ്റ് എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഷിയോനാദ് ഇബ് ടെൽ എന്നുള്ളത് ഓർത്തിരിക്കാം. അതിൽ നമുക്ക് പ്രത്യേകം ഓർത്തിരിക്കാനുള്ളതാണ് ഏത്? ഷിയോനാദ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഏത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഏത്? ഷിയോനാദ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഏത്? ഷിയോനാദ് കേട്ടോ. അത്രയും മതി അവിടെ. അപ്പൊ ഷിയോനാദ് ഇബ് ടെൽ മൂന്ന് നമുക്ക് അവിടെ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. മഹാനദിയുടെ പോഷക നദിയാണ് എന്നുള്ളത്. ഇനിയോ കാവേരി. കാവേരി നമുക്ക് ഓർത്തിരിക്കാനുള്ളത് ഏതാ? നദി ഒരു കമ്പനി ഏറ്റെടുത്തു. റേഡിയസ് വാട്ടർ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു കമ്പനിക്ക് അങ്ങോട്ട് വിറ്റു. റേഡിയസ് വാട്ടർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക്. അത് പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് ക്യാൻസൽ ചെയ്തു കേട്ടോ. കാരണം നദിയൊക്കെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് അത്രയും ഒരു ഇതല്ലേ. റേഡിയസ് വാട്ടർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് എന്ത് ചെയ്തത്? വാങ്ങിച്ചത്. പിന്നെ എന്ത് ചെയ്തു? അത് പ്രശ്നമൊക്കെ ആയി. അതെന്ത് ചെയ്തു? മാറ്റി കേട്ടോ. ഛത്തീസ്ഗഡിലാണ് ഷിയോനാദ് കേട്ടോ. അടുത്ത ക്ലാസ് 5 മണിക്ക് ഉണ്ടാവും കേട്ടോ. കബനി, ഭവാനി, പാമ്പാർ, പാലാർ, അമരാവതി. കബനി, ഭവാനി, പാമ്പാർ, പാലാർ, അമരാവതി കേട്ടോ. കബനി, ഭവാനി, പാമ്പാർ അത് നമുക്കറിയാം. അത് നോർമലി നമുക്ക് അറിയുന്നതാണ് ഏത്? കബനി, ഭവാനി, പാമ്പാർ കേട്ടോ. അപ്പൊ പിന്നെ കേരളത്തിലായതുകൊണ്ട് നമുക്കറിയാം എന്ത്? കാവേരിയുടെ പോഷക നദി എന്നുള്ളത് പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്? സ്ഥിരം ചോദിക്കാറുണ്ട്.
കബനി വയനാട്, പിന്നെയോ ഭവാനി പാലക്കാട്, പാമ്പാർ ഇടുക്കി. ഇത് മൂന്നും എന്ത് ചെയ്യാറുണ്ട്? എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ കാവേരി പലരും ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയക്കുന്നതാണ്. ഇത് ദക്ഷിണ ഗംഗ അപ്പൊ ഏതാണ്? 2015 മെയിൽവാണന്റെ പരീക്ഷയ്ക്ക് ദക്ഷിണ ഗംഗ എന്ന് ചോദിച്ചപ്പോ PSC ഫൈനൽ ആൻസർ കീഴിൽ എന്ത് ചെയ്തു? ഭാരതപ്പുഴ എന്ന് കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് വേറൊരു പരീക്ഷയ്ക്ക് എന്ത് ചെയ്തു? ദക്ഷിണ ഗംഗ എന്ന് ചോദിച്ചപ്പോ PSC എന്ത് ചെയ്തു? ഗോദാവരി എന്ന് ഉത്തരം കൊടുത്ത്. പിന്നെ എത്രയോ തവണ എന്ത് കൊടുത്ത്? ദക്ഷിണ ഗംഗ എന്ന് ചോദിച്ചപ്പോ കാവേരി എന്ന് കൊടുത്ത്. ഉത്തരം ഏതാണ്? കേരള PSCക്ക് ദക്ഷിണ ഗംഗ എന്ന് പറയുന്ന ഒറ്റ ഉത്തരേ ഉള്ളൂ, കാവേരി എന്നേ ഉള്ളൂ. എപ്പോഴെങ്കിലും തെറ്റി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മളത് മാറ്റേണ്ട കാര്യമില്ല. കാവേരി എന്നൊരു ഓപ്ഷൻ ഇല്ലാത്ത സമയത്ത് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗോദാവരി സെലക്ട് ചെയ്യാം കേട്ടോ. കാവേരി എന്നൊരു ഓപ്ഷൻ ഇല്ലാത്ത സമയത്ത് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഗോദാവരി സെലക്ട് ചെയ്യാം. ബാക്കി എപ്പോ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ദക്ഷിണ ഗംഗ ഏതാണ്? കാവേരിയാണ് കേട്ടോ. പക്ഷെ 2015 സംഭവിച്ചത് എന്താ വെച്ചാൽ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് കേരള ഗംഗ എന്നറിയപ്പെടുന്നതാണ്. ആ അർത്ഥത്തിലാണ് ഭാരതപ്പുഴ എന്ന് കയറ്റി ആൻസർ കൊടുത്തത് കേട്ടോ. പക്ഷെ അവിടെ ചോദ്യം കറക്റ്റ് ആവണം. നല്ല അയാൾ ഉദ്ദേശിച്ചത് നമുക്കും കൂടെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ കാവേരിയാണ് പറഞ്ഞത്. കബനി, ഭവാനി, പാമ്പാർ. അതിന്റെ മൂന്നിന്റെയും ജില്ലകൾ ഓർത്തിരുന്നോണം. കബനി വയനാട്, ഭവാനി പാലക്കാട്, പാമ്പാർ ഇടുക്കി. ആ മൂന്നെണ്ണം ഓർത്തിരുന്നോണം. അമരാവതി പുഴ ഏതിന്റെ പോഷക നദിയാന്ന് കഴിഞ്ഞ വർഷമാണ് എടുത്ത് ചോദിച്ചത് കേട്ടോ. അമരാവതി പുഴ ഏതിന്റെ പോഷക നദിയാണ് എന്നെന്ത് ചെയ്തു? എടുത്തു ചോദിച്ചത് കേട്ടോ. തമിഴ്നാട്ടിൽ അമരാവതി പുഴയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്ക് ഭാരതപ്പുഴയായിട്ട് എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരു ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു? അങ്ങോട്ടേക്ക് കാവേരിയിൽ പോകും കേട്ടോ. അപ്പോ അമരാവതി പുഴ ഏതിന്റെ പോഷക നദിയാണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അവിടെ കാവേരിയാണ് കേട്ടോ. അപ്പൊ 4 ആയില്ലേ? ഗോദാവരി, മഹാനദി, കാവേരി, താപ്തി. ഇനി അതിൽ ഒരെണ്ണേ ബാക്കിയുള്ളൂ. ആര് മാത്രം? ഒരെണ്ണേ അവിടെ ബാക്കിയുള്ളൂ. അതാരാ? കൃഷ്ണ. കൃഷ്ണയുടെ പോഷക നദിയാണ് ഇത്. കൃഷ്ണയുടെ പോഷക നദിയാണ് ഇത്. തുംഗഭദ്ര, ഭീമ, കൊയ്ന കേട്ടോ. തുംഗഭദ്ര, ഭീമ, കൊയ്ന. തുംഗഭദ്ര, ഭീമ, കൊയ്ന കൂട്ടി വായിക്കാം. കൃഷ്ണ തുമ്പിക്കോ എന്ന് കൂട്ടി വായിക്കാം കേട്ടോ. കൃഷ്ണ തുമ്പിക്കോ എന്ന് കൂട്ടി വായിക്കാം. ഞാൻ ഇതില് ബാക്കി എന്ന് പറഞ്ഞത് ഇതെല്ലാം എവിടേക്ക് ഒഴുകും? ഇതില് ഭൂരിഭാഗവും അതായത് താപ്തി ഉണ്ട്. താപ്തി പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ട്. അപ്പൊ നർമ്മദയും കൂടെ വരും അവിടെ കേട്ടോ. നർമ്മദയും കൂടെ വരും അവിടെ. ഞാൻ ആദ്യം വിചാരിച്ച എല്ലാം കിഴക്കോട്ട് ഒഴുകുന്നതാണ് തന്നേക്കുന്നത്. ഓക്കെ. കൃഷ്ണ, തുംഗഭദ്ര, ഭീമ, കൊയ്ന. തുംഗഭദ്ര, ഭീമ, കൊയ്ന കേട്ടോ. അതാണ് മെയിൻ ആയിട്ട് 3 ഉള്ളത്. തുമ്പിക്കോ എന്ന് കൂട്ടി വായിച്ചാൽ മതി. തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്ന് വായിച്ചാൽ മതി. അതിൽ തുംഗഭദ്ര മെയിൻ ആയിട്ട് ഓർത്തിരിക്കണം. ഹംപി ഏത് നദിയുടെ തീരത്താണ്? ഹംപി ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? തുംഗഭദ്രയുടെ തീരത്താണ് എന്നുള്ളത്. ആ തുമ്പി എന്നുള്ളതിൽ തന്നെ ഹംപി. ഹംപി എങ്ങനെയാ ചോദിക്കാറുള്ളത്? വിജയനഗര സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? എടുത്തു ചോദിക്കാറുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം ഹംപി. ഹംപി തുംഗഭദ്രയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ആ 2 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നർമ്മദ. നർമ്മദയാണ് ഇത്. നർമ്മദ. നർമ്മദയുടെ പോഷക നദി. നർമ്മദയുടെ പോഷക നദി ഹിരൺ, ഷേർ, കോലാർ, ബഞ്ചൻ. ഹിരൺ, ഷേർ, കോലാർ, ബഞ്ചൻ കേട്ടോ. ഹിരൺ, ഷേർ, കോലാർ, ബഞ്ചൻ കേട്ടോ. കോരൻ സാറിന്റെ ബെഞ്ച് എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. കോരൻ സാറിന്റെ ബെഞ്ച് എന്ന് ഓർത്തിരുന്നാൽ മതി. കോലാർ കോ, രൺ ഹിരൺ, ഷേർ സാർ, ബെഞ്ചൻ ബെഞ്ച്. ആ ലെവലിൽ കോരൻ സാറിന്റെ ബെഞ്ച് എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പൊ അവിടെ കൂട്ടി വായിക്കാവുന്നേ ഉള്ളൂ. ഹിരൺ, ഷേർ, കോലാർ, ബെഞ്ചൻ. കോരൻ സാറിന്റെ ബെഞ്ച് എന്ന് എന്ത് ചെയ്യാം? അവിടെ കൂട്ടി വായിക്കാം. നമ്മുടെ എന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ അതെന്തായി? നമ്മുടെ കോരൻ സാറിന്റെ ബെഞ്ച്. അപ്പൊ നർമ്മദ കോരൻ സാർ ബെഞ്ച് എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യാം? അവിടെ കൂട്ടി വായിക്കാം കേട്ടോ.
നമ്മുടെ കോരൻസാർ എന്നാണ് നമ്മൾ മുമ്പ് ഫ്രീ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. SCRT ടെക്സ്റ്റിൽ ഏതും കൂടെ കൊടുത്തിട്ടുണ്ട്, ബെഞ്ചൻ എന്ന് പറയുന്ന ഒരു നദി കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതും കൂടെ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പൊ നമ്മുടെ കോരൻ സാറിന്റെ ബെഞ്ച് എന്നുള്ള ലെവലിൽ ഓർത്തിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നർമ്മദയുടെ പോഷക നദികൾ അവിടെ എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ എന്ത് ചെയ്യരുത്, കമന്റ് ഇടരുത്, പോള് യൂസ് ചെയ്യാം കേട്ടോ. കമന്റ് ഇടരുത്, പോള് യൂസ് ചെയ്യാം. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നതെന്ന് 2005 ഒക്ടോബർ 26, 2009 നവംബർ 26, 2006 ഒക്ടോബർ 26, 2004 നവംബർ 26. ജോലി കിട്ടാൻ ധൃതിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്. ശരി ഉത്തരത്തിന്റെ തൊട്ട് പുറകെ പോളിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഇത് വീഴും, ഉറപ്പല്ലേ. അത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അതെന്ത് ചെയ്യും, അതവിടെ വീഴും. അപ്പൊ ജോലി കിട്ടാൻ ധൃതിയുള്ള ആളുകൾ എന്ത് ചെയ്യും, അവിടെ വീഴും. ചാടി കയറുന്ന സ്വഭാവമുള്ളവരില്ലേ. അഞ്ജലി, നിഖില, ശ്രീജിത്ത്. ഓക്കെ, ഉത്തരം 2006 ഒക്ടോബർ 26. അത് ഈ ഗാർഹിക പീഡന നിയമം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അതെനിക്കറിയാം 2005 ആണ്, പിന്നെ ഒക്ടോബർ 26 ഞാൻ ആദ്യമേ പഠിച്ചതാണ് എന്നും കൂടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇതിലങ്ങ് കയറി കർപ്പിക്കും. ഗാർഹിക പീഡന നിയമം എനിക്ക് പണ്ടേ അറിയാം, അത് 2005 ആണ്. പിന്നെ ഒക്ടോബർ 26 അത് നിലവിൽ വന്നത് അതും എനിക്കറിയാം എന്നും പറഞ്ഞ് ഇതിലങ്ങ് കയറി കർപ്പിക്കും. പക്ഷെ അത് നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26 ആണ് എന്നുള്ളത് മൈൻഡ് ചെറുതായിട്ടൊന്ന് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. നേരെ മറിച്ച് ബ്ലിങ്ക് ചെയ്തില്ലേ, ഇവിടെ കയറി കർപ്പിക്കും. ഇവിടെ കയറി കർപ്പിച്ചാലോ പിന്നെ അടുത്തത് ഇനി എന്ത് ഈസി ആയിട്ടുള്ള ചോദ്യം വന്നാലും കാര്യമില്ല. അയ്യോ, ഞാൻ ആ ഗാർഹിക പീഡന നിയമം തെറ്റിച്ചില്ല, ഇനി എന്തിനാ എന്നെ പറ്റുക എന്നൊക്കെ ഇങ്ങനെ തോന്നും. പിന്നെ പരീക്ഷ ഒക്കെ ഒരു കഥയായിരിക്കും. ഇനി എന്തോ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇനിയുള്ള കുത്തൊഴുക്കിൽ ചിലപ്പോൾ അങ്ങോട്ട് ജോലി കിട്ടുകയാണെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പോക്കാണ്. അതിൽ ആ കുത്തൊഴുക്കിൽ പിന്നെ ആദ്യം സ്വന്തം സ്വപ്നം, പിന്നെ അച്ഛന്റെ സ്വപ്നം, പിന്നെ അമ്മയുടെ സ്വപ്നം, ലാസ്റ്റ് എല്ലാം കൂടെ പൊളിച്ചടുക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വരവ് കൂടി വരേണ്ടി വരും എന്നുള്ള ലെവലിലാണ് ഇറങ്ങുന്നത്. ഈ ചെറിയ അശ്രദ്ധ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കയറി അലക്കുന്നത്. അല്ലാതെ അറിവില്ലാഞ്ഞിട്ടല്ല, നമ്മൾ അറിവ് കൂടിയത് കൊണ്ട് കാണിക്കുന്ന ആക്രാന്തം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഓപ്ഷന്റെ ട്രാപ്പിൽ കയറി വീഴുന്നത്. ഓക്കെ, 2005 രണ്ട് നിയമങ്ങൾ പറഞ്ഞോ. 2005 രണ്ട് നിയമങ്ങൾ പറഞ്ഞോ. 2005 രണ്ട് നിയമങ്ങൾ, ഒന്ന് വിവരാവകാശം, ഒന്ന് തൊഴിലുറപ്പ് നിയമം അല്ലെ. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു ഏത്, വിവരാവകാശം നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12 എന്നുള്ളത് എന്ത് ചെയ്തു, നമ്മൾ ആൾറെഡി അവിടെ പറഞ്ഞു. പിന്നെയോ 2006 നിലവിൽ വരുന്നു ഏത്, വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം നിലവിൽ വരുന്ന എപ്പോഴാ, തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരുന്ന എപ്പോഴാ, 2006 നിലവിൽ വരുന്നത് കേട്ടോ. തൊഴിലുറപ്പ് നിയമം 2005 നമുക്ക് ആ പദ്ധതി നിലവിൽ വരുന്നത് എപ്പോഴാ, 2006 ഫെബ്രുവരി 2-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, ആന്ധ്രാപ്രദേശിലെ ബണ്ടിലപ്പള്ളിയിലാണ് ആ പദ്ധതി എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ ബണ്ടിലപ്പള്ളിയിലാണ് നമുക്ക് ആ പദ്ധതി എന്ത് ചെയ്യുന്നത്, തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരുന്നത് 2006 ഫെബ്രുവരി 2 എന്നുള്ളത് എന്തായാലും അവിടെ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം കേട്ടോ. 2009 നമുക്ക് ഓർത്തിരിക്കാനുള്ളത് ഏതാ, 2009 നമുക്ക് ഓർത്തിരിക്കാനുള്ളത് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം ഓഗസ്റ്റ് 26 കേട്ടോ. 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം ഓഗസ്റ്റ് 26 എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക കേട്ടോ.
നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. മറ്റേത് പ്രസിഡന്റ് ഒപ്പിട്ടതാണ്. കേട്ടോ, മറ്റേത് പ്രസിഡന്റ് ഒപ്പിട്ടതാണ്. ഇവിടെ അമെന്റ്മെന്റ് അല്ല, അത് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ ഭേദഗതിയാണ്. 86-ാം ഭേദഗതി. അത് 2002-ലെ കാര്യമാണ്. അതിനനുസരിച്ചിട്ട് നമ്മളൊരു നിയമം പാസ്സാക്കുകയാണ്. ഇപ്പോ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം. അതായത് കുട്ടികൾക്ക് 8ന്റെ പണി കൊടുക്കുകയാണ്. 6 മുതൽ 14 വയസ്സ് വരെയാണെങ്കിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ്. സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റില്ല. സ്കൂളിൽ പോകാതിരുന്നു കഴിഞ്ഞാൽ അച്ഛനെ അമ്മേനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കേസെടുക്കാം. അപ്പൊ കുട്ടികൾക്ക് എന്തിന്റെ പണിയാണ്? 8ന്റെ പണി കൊടുത്തതാണ്. ആ 8ാമത്തെ മാസം തന്നെയാണ് ഇത് ഓഗസ്റ്റ് എന്ന് പറയുന്നത്. ആ 8 തന്നെയാണ് ഇത് 26, 6ഉം 2ഉം 8. ആ കുട്ടികൾക്ക് 8ന്റെ പണി കൊടുത്ത നിയമമാണ് ഇത് വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. കേട്ടോ. അപ്പൊ 2009 ഓഗസ്റ്റ് 26-ാം തീയതിയാണ് എന്ത് പാസ്സാക്കുന്നത്? പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത്. ഏതില്? വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ. പിന്നെയോ എപ്പോഴാ നിലവിൽ വരുന്നത്? വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1-ാം തീയതി. കേട്ടോ, 2010 ഏപ്രിൽ 1-ാം തീയതിയാണ്. അതും ഓർത്തിരിക്കാൻ സുഖമാണ് നമുക്ക്. എന്ത് കാരണം ആ വർഷത്തെ കുട്ടികൾ കൊണ്ട് രക്ഷപ്പെട്ടു. കാരണം എന്താ? സ്കൂൾ പൂട്ടിയിട്ട് ഏപ്രിൽ 1-ാം തീയതിയിലേ വരുന്നുള്ളൂ. മാർച്ച് 31 സ്കൂൾ അടച്ചില്ലേ? പിന്നെ ഏപ്രിൽ 1-ാം തീയതിയിലെ നിലവിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് ആ സമയത്തുള്ളവർ അങ്ങോട്ട് എന്ത് ചെയ്തു? അതിൽ അങ്ങോട്ട് രക്ഷപ്പെട്ടു. അപ്പൊ ആ ലെവലിൽ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കിട്ടും. ഇത് രണ്ടും പലപ്പോഴായിട്ട് നമ്മളെ തെറ്റിക്കുന്ന ചോദ്യമാണ്. പഠിച്ച ആളുകളെയാണ് തെറ്റിക്കുന്നത്. എങ്ങനെ? വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയ വർഷം ഓപ്ഷൻ എ 2010. ചാടി കയറി അങ്ങോട്ട് എന്ത് ചെയ്യും? ഞാൻ പഠിച്ചിട്ടുണ്ട്, 2010 നിലവിൽ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറും. പക്ഷെ അവിടെ ഉത്തരം ഏതാ? അവിടെ ഉത്തരം 2009 ചോദ്യം വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം ഏത്? അപ്പൊ 2010. ഇത് രണ്ടും 2 ചോദ്യമാണ്. പക്ഷെ പരീക്ഷാ ഹാളിൽ കയറി കഴിഞ്ഞാൽ രണ്ടും കൂടെ നോക്കി കഴിഞ്ഞാൽ ഒന്നാണെന്നൊക്കെ തോന്നിപ്പോകും. 2009-ഉം 2010. കേട്ടോ. അപ്പൊ അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയ വർഷം ചോദിച്ചാൽ 2009, നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 2010. ഓഗസ്റ്റ് 26. കേട്ടോ, ഓഗസ്റ്റ് 26. അപ്പൊ 2006-ഉം 2005-ലും പറഞ്ഞു. 2004-ൽ നമുക്ക് ഏതെങ്കിലും നിയമം പഠിക്കാനുണ്ടോ? 2004-ൽ നമുക്ക് ഏതെങ്കിലും നിയമം പഠിക്കാനുണ്ടോ? ഇല്ലല്ലോ. 2004-ലത്തെ ആയിട്ട് നമുക്ക് ഒരു നിയമവും ഇല്ല. എന്ത് വന്നത് മാത്രമേ ഉള്ളൂ? SC ST സെപ്പറേറ്റ് കമ്മീഷൻ വന്നത് അല്ലെ? നാഷണൽ കമ്മീഷൻ ഫോർ SC വേറെ വന്നു, നാഷണൽ കമ്മീഷൻ ഫോർ ST വേറെ വന്നു. അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ നമുക്ക് നിയമമായിട്ടൊന്നുമില്ലല്ലോ. 2003-ലാണ് അതിന്റെ അമെന്റ്മെന്റ് നടക്കുന്നത്. എത്രാമത്തെ അമെന്റ്മെന്റാ? 89-ാമത്തെ അമെന്റ്മെന്റിലൂടെയാണ് SC കമ്മീഷനും ST കമ്മീഷനും എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ആക്കുന്നത്. കേട്ടോ. പട്ടികജാതി കമ്മീഷൻ എന്ന് സെപ്പറേറ്റും പട്ടികവർഗ കമ്മീഷൻ എന്ന് സെപ്പറേറ്റും ആക്കുന്നത് 2004-ലാണ്. 89-ാമത്തെ അമെന്റ്മെന്റിലൂടെ. കേട്ടോ, 89-ാമത്തെ അമെന്റ്മെന്റിലൂടെ. പിന്നെയോ തമിഴ് ക്ലാസിക്കൽ പദവി, ആദ്യമായിട്ട് ക്ലാസിക്കൽ ഭാഷാ പദവി നേടിയത് ഏതാണ്? തമിഴാണ്. 2004-ലാണ് ഏത് നേടിയത്? ക്ലാസിക്കൽ ഭാഷാ പദവി നേടിയത് എന്നുള്ളത് ഓർത്തിരിക്കാം. കേട്ടോ, അത്രയും മതി. പിന്നെ നെല്ല് വർഷം, അത് അതിൽ തന്നെ ഉണ്ട്. നെല്ല് വർഷം, സുനാമിക്ക് നമ്മൾ പറയുന്നതാണ് നോർമലി 2004. നെല്ല് വർഷം അത് 4 എന്നുള്ളതിൽ തന്നെ ഇല്ലേ? 2004 നെല്ല് ഒക്കെ ഒരേപോലെ അല്ലേ? കേട്ടോ, അത് അതിൽ തന്നെ ഉണ്ട്. അപ്പൊ അത്രയും മതി. 4 വർഷങ്ങൾ അവിടെ പറഞ്ഞു. ഒരു 3 ചോദ്യം കൂടെ. നീതി ആയോഗ് അധ്യക്ഷൻ ആര്? കമന്റ് ചെയ്യരുത് കേട്ടോ. നീതി ആയോഗ് അധ്യക്ഷൻ ആര്? കമന്റ് ചെയ്യരുത്. അരവിന്ദ് പനഗരിയ, അരവിന്ദ് സുബ്രഹ്മണ്യൻ, അജിത് ദോവൽ, അമിതാഭ് കാന്ത്. നീതി ആയോഗ് ഉപാധ്യക്ഷനാണ് കേട്ടോ. നീതി ആയോഗ് ഉപാധ്യക്ഷൻ ആര് എന്നുള്ളതാണ് ചോദ്യം.
നീതി ആയോഗ് ഉപാധ്യക്ഷൻ ആര്? കുറെ ആൾക്കാർ ചിന്തിക്കുന്നത് എന്റെ ഉപാധ്യക്ഷൻ ഇങ്ങനെയല്ലാന്ന്. അതാണ് കുറെ ആൾക്കാർ ചിന്തിക്കുന്നത് അല്ലേ? അജ്മൽ, സൂരജ്, നിഖില, ഇവിടെ എന്തേ ഉള്ളൂ, ഇവിടെ എന്ത് ചോദിച്ചിട്ടുള്ളൂ? നീതി ആയോഗ് ഉപാധ്യക്ഷൻ ആരെന്നേ ചോദിച്ചിട്ടുള്ളൂ. ഈ കൂട്ടത്തിൽ ഒരാളെ എന്ത് ചെയ്തിട്ടുള്ളൂ? ഉപാധ്യക്ഷനായിട്ടുള്ളൂ. അതാര് മാത്ര? ആര് മാത്ര? അരവിന്ദ് പനഗരിയ. നേരെ മറിച്ച് ചോദിക്കുകയാണ്, ഇപ്പോഴത്തെ നീതി ആയോഗ് ഉപാധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ അവിടെ രാജീവ് കുമാർ. അതിവിടെ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് അമിതാഭ് കാന്തിലേക്ക് പോയത്? അയാൾ ഇപ്പത്തെ നീതി ആയോഗിന്റെ എന്തോ ആണ് എന്ന് എനിക്കറിയാം. പക്ഷെ അത് ഉപാധ്യക്ഷനാണോ സിഇഒ ആണോ, സിഇഒന്റെ മലയാളം ആണോ ഉപാധ്യക്ഷൻ, അതൊന്നും തീരുമാനിക്കാൻ സമയമില്ല. പോള് പെട്ടെന്ന് യൂസ് ചെയ്യണം. നേരെ കയറി കൊടുത്തു. ഇതാണ് അവിടെ സംഭവിച്ചത്. രാജീവ് കുമാറിനെ തിരയാനൊന്നും സമയമില്ല. രാജീവ് കുമാർ ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ആരാണോ ഉള്ളത് അത് വേഗം കൊടുക്ക്, പോളിപ്പൊ തീരും എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കയറി കറപ്പിച്ചത്. പക്ഷെ ഇവിടെ ഉപാധ്യക്ഷനായ ഒരേ ഒരാളേ ഉള്ളൂ. അതാര് മാത്ര? അരവിന്ദ് പനഗരിയ. കേട്ടോ, അരവിന്ദ് പനഗരിയ. അയാൾക്ക് ശേഷം വന്നതാണ് ആര്? അയാൾക്ക് ശേഷം വന്നതാണ് ആര്? രാജീവ് കുമാർ. അയാളാണ് ഇപ്പോ. കേട്ടോ, രാജീവ് കുമാർ. അത് പിന്നെ ആ ക്രമത്തിൽ തന്നെയല്ലേ. ഫസ്റ്റ് അരവിന്ദ് പനഗരിയ, അയാളുടെ പേരിൽ തന്നെ അര എന്നുള്ളതിൽ തന്നെ അടുത്ത ആളുടെ പേരിന്റെ തുടക്കാണ് അല്ലേ? ആ അരവിന്ദ് പനഗരിയയിൽ തന്നെ അടുത്ത ആൾക്കുള്ള തുടക്കം കൂടെ അവിടെ തന്നെ ഉണ്ട്, രാജീവ് കുമാർ എന്നുള്ളത്. അപ്പൊ ഇപ്പൊ നിലവിൽ ആരാണ്? രാജീവ് കുമാർ. കേട്ടോ, അമിതാഭ് കാന്ത് എന്താ? അമിതാഭ് കാന്ത് എന്താ? അമിതാഭ് കാന്ത് സിഇഒ ആണ്. കേട്ടോ, ഇപ്പത്തെ സിഇഒ ആണ് ആര്? അമിതാഭ് കാന്ത്. ഫസ്റ്റ് സിഇഒ ആരാ? സിന്ധുശ്രീ കുള്ളാർ. സിന്ധുശ്രീ കുള്ളാർ. കേട്ടോ, സിന്ധുശ്രീ കുള്ളാർ എന്നുള്ളത്. സിന്ധുശ്രീ കുള്ളാർ ആദ്യത്തെ സിഇഒ. രണ്ടാമത്തെ സിഇഒ ആണ് ആര്? അമിതാഭ് കാന്ത് എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. കേട്ടോ, അജിത് ദോവൽ ആരാ? അജിത് ദോവൽ ആരാ? ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. കേട്ടോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് ആര്? നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ് ആര്? അജിത് ദോവൽ. കേട്ടോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. അരവിന്ദ് സുബ്രഹ്മണ്യൻ നമുക്ക് ഇപ്പൊ ആവശ്യമില്ല. കേട്ടോ, ആള് റിട്ടയർഡ് ആയി പോയി. 14 മുതൽ 18 വരെയായിരുന്നു കാലഘട്ടം. ആ സമയത്ത് സാമ്പത്തിക ഉപദേഷ്ടാവൊക്കെ ആയിരുന്നു. ഇപ്പൊ ആവശ്യമില്ല. കേട്ടോ, അരവിന്ദ് സുബ്രഹ്മണ്യൻ ഇത് 17 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 17 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ സമയത്താണെങ്കിലും ഓക്കെ. കേട്ടോ, അരവിന്ദ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമുക്കത് ആവശ്യമില്ല. ആ സമയത്ത് സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു, ഇപ്പൊ ആവശ്യമില്ല. അപ്പൊ ഈ പേര് നിങ്ങൾക്ക് വേണ്ട. കേട്ടോ, അപ്പൊ അരവിന്ദ് പനഗരിയ ദേശീയ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ഫസ്റ്റ്. സെക്കൻഡ് ആണ് രാജീവ് കുമാർ. രണ്ടും അവിടെ ഓർത്തിരിക്കണം. ഇപ്പോ സിഇഒ ആണ് ആര്? അമിതാഭ് കാന്ത്. കേട്ടോ, സിഇഒ എന്നുള്ളത് അങ്ങനെ തന്നെയാണ് ചോദിക്കാറുള്ളത് കേട്ടോ മലയാളത്തിൽ. അപ്പൊ അടുത്ത ചോദ്യം പോള് യൂസ് ചെയ്യുക, കമന്റ് ചെയ്യരുത് കേട്ടോ. റിയോ ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരം ദീപ മാലിക്, ദീപ കർമ്മകർ, PV സിന്ധു, സാക്ഷി മാലിക്. എല്ലാവരുടെയും മൈൻഡിൽ കൺഫ്യൂഷൻ ആയല്ലോ. ഏതോ ഒരു ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂടെ പോയല്ലോ എന്നുള്ള ലെവലായിരിക്കും.
സൂരജ്, നിഖില, അജ്മൽ. ഓക്കെ, ഇത് ഒന്നാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൺകുട്ടികൾക്ക് വലിയ പ്രശ്നമില്ല. ആൺകുട്ടികൾ പിന്നെയും കുറേയൊക്കെ അത്ലറ്റുകളുടെയും സ്പോർട്സിന്റെ ഒക്കെ ആളുകളുടെ ഒക്കെ പേര് കേട്ടൊരു പരിചയമെങ്കിലും ഉണ്ടാവും. പക്ഷെ പെൺകുട്ടികൾക്കാണ് എന്ത് ചെയ്യുന്നത്, ദീപ മാലിക് എന്ന് കേട്ട് കഴിഞ്ഞാലും സാക്ഷി മാലിക് എന്ന് കേട്ട് കഴിഞ്ഞാലും ഇനി വേറൊരു മാലിക്കിനെ കൊടുത്തു കഴിഞ്ഞാലും ഒക്കെ ഒരേപോലെ തോന്നും. ഇതാരാണ് എന്താണെന്ന് തന്നെ എന്ത് ചെയ്തൂടാ, അവിടെ കറക്റ്റ് ആയിട്ട് കിട്ടൂല. കാരണം ആ ഒരു സമയത്ത് മാത്രം നമ്മൾ റിയോ ഒളിമ്പിക്സ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ലെവലിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ആ സമയത്ത് നോക്കുകയുള്ളൂ. അപ്പൊ ഇത് കറന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ കറന്റ് ആയിട്ടുള്ള സ്പോർട്സ് താരങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ഇപ്പൊ ഇവിടെ ആരാണ്, സാക്ഷി മാലിക് റിയോ ഒളിമ്പിക്സ്. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ റിയോ ഒളിമ്പിക്സിൽ രണ്ടാളെ ഓർത്തിരിക്കാനുള്ളൂ. ഒന്ന് PV സിന്ധു ബാഡ്മിന്റണിൽ വെള്ളി, സാക്ഷി മാലിക് ഗുസ്തിയിൽ വെങ്കലം. അത്രയേ ഉള്ളൂ ഓർത്തിരിക്കാൻ. ഇത് അതും അറിയാത്തോണ്ടാണ് ദീപ മാലിക്കും ദീപ കർമ്മറും എല്ലാവർക്കും ഉണ്ടല്ലോ മെഡലും തോന്നുന്നത് കേട്ടോ. അതായത് നമ്മൾ മിനിമം ഓർക്കേണ്ട റിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ രണ്ടാളുകൾ നമ്മൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ടതാ. നമ്മൾ അതെന്ത് ചെയ്തിട്ടില്ല, അത് ഓർത്തിരുന്നിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും മെഡൽ കൊടുക്കാൻ തോന്നുന്നത് കേട്ടോ. അപ്പൊ ആ രണ്ടാള് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അവിടെ നമുക്ക് ആകെ ഓർത്തിരിക്കാനുള്ളൂ കേട്ടോ. ഇനി ഈ ദീപ മാലിക്കാരാ, ദീപ മാലിക് എന്ന് പറയുന്നത് പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്. ആര്? പാരാലിമ്പിക്സിൽ, അതായത് റിയോ 2016 പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്. ആര്? ദീപ മാലിക് എന്ന് പറയുന്നത്. ഷോർട്ട് പുട്ടിൽ സിൽവർ മെഡൽ നേടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, PV സിന്ധുവിന് സിൽവർ. സിൽവർ അങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. സിന്ധു സിൽവർ എന്ന് തന്നെ പഠിക്കാം അവിടെ. ദീപ മാലിക് പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി 2016 റിയോ പാരാലിമ്പിക്സിൽ. അതായത് ഒളിമ്പിക്സിന്റെ അതേ സ്ഥലത്ത് തന്നെ അംഗപരിമിതരായിട്ടുള്ള വികലാംഗരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നടത്തുന്നതാണ് ഇത് പാരാലിമ്പിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി, ഇന്ത്യൻ വനിതയാണ് ആര്? ദീപ മാലിക്. ഷോർട്ട് പുട്ടിൽ സിൽവർ മെഡൽ നേടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു അംഗീകാരം കരസ്ഥമാക്കുന്നത് കേട്ടോ. ഇനി ദീപ കർമ്മകർ ജിംനാസ്റ്റിക് താരമാണ് കേട്ടോ. ജിംനാസ്റ്റിക് താരമാണ് ആര്? ദീപ കർമ്മകർ. കോമൺവെൽത്ത് ഗെയിംസിൽ ജിംനാസ്റ്റിക് ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത കേട്ടോ. ജിംനാസ്റ്റിക്കിനൊക്കെ എങ്ങനെ മലയാളം പറയാ? ജിംനാസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? കാലും കൈയൊക്കെ അതിന്റെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നതിന്റെ അത്രയും സ്ട്രെച്ച് ചെയ്ത് ചുരുട്ടി കൂട്ടിയിട്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ കാണാറില്ലേ? ഒരു കാല് തലന്റെ മുകളിൽ ഉണ്ടാവും, ഒരു കാല് താഴെ കൊണ്ട്. ജിംനാസ്റ്റിക്സ് എന്ന് അതന്നെയാണ്, അതന്നെ പറയുള്ളൂ കേട്ടോ. പറഞ്ഞെന്താണ് അവിടെ? ജിംനാസ്റ്റിക്സ് തന്നെ ചോദിക്കുള്ളത്. ദീപ കർമ്മകർ എന്ന് പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസിൽ ജിംനാസ്റ്റിക്സ് ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. 2014 ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിലാണ് വെങ്കല മെഡൽ നേടിയിട്ട് ഇങ്ങനെ ഒരു അംഗീകാരം കരസ്ഥമാക്കിയത്. അപ്പൊ ഇവിടെ നിങ്ങൾ നിലവിൽ ആരെ മാത്രമേ നോക്കേണ്ടതുള്ളൂ? PV സിന്ധുവിനെയും സാക്ഷി മാലിക് ഇനി അടുത്ത ഒളിമ്പിക്സിൽ എങ്ങാനും വരുന്നുണ്ടെങ്കിൽ അത്ര എന്ത് ചെയ്താൽ മതി, അവിടെ ഓർത്താൽ മതി കേട്ടോ. അല്ലാതെ നമുക്ക് ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഇത് 2017 ചോദ്യമല്ലേ. 2017 ചോദ്യം ചോദിക്കുമ്പോൾ റിയോ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 2016 നടന്നിട്ടേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഇത് രണ്ടും പഠിക്കണം എന്ന് പറയുന്നത്? അടുത്തൊരു ഒളിമ്പിക്സ് വരുന്നത് വരെ നമുക്ക് ഏത് ഒളിമ്പിക്സേ ഉള്ളൂ? അടുത്തൊരു ഒളിമ്പിക്സ് വരുന്ന വരെ നമുക്ക് ഏതേ ഉള്ളൂ? 2016 ഒളിമ്പിക്സ് തന്നെ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ്, സ്വരാജ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാര്? സ്വരാജ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാര്? ഭഗത് സിംഗ്, അരവിന്ദ് കെജ്രിവാൾ, ബാലഗംഗാധര തിലക്, ശശി തരൂർ. ഓപ്ഷൻസ് കമന്റ് ചെയ്യരുത്, പോൾ യൂസ് ചെയ്യാം കേട്ടോ. പോൾ യൂസ് ചെയ്യാം. അതിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ, സ്പീഡ് ആക്കണമെങ്കിൽ സ്പീഡൊക്കെ ആക്കാം. പക്ഷെ എന്താ വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന 2014 കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായിട്ട് ദീപ കർമ്മകർ മെഡൽ നേടി എന്നൊന്നും നിങ്ങൾ ഓർത്തിരിക്കൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എഴുതേണ്ടവർ എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ സമയം തരുന്നത് കേട്ടോ. കാരണം ഈ പറയുന്ന ദീപ കർമ്മകറിനെയോ ദീപ മാലിക് പാരാലിമ്പിക്സിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നൊന്നും എന്ത് ചെയ്യൂല, നോർമൽ ഒരാളായിട്ട് പഠിച്ചു നടക്കുന്ന ഒരു ഫാക്ട് അല്ല. സൂരജ്, നിഖില, ശ്രീജിത്ത്, ഇജാസ്, അനീഷ്, അഖിൽ കൃഷ്ണൻ, ജയലക്ഷ്മി, രഞ്ജിത, നകുൽ, രേഷ്ണു. ഓക്കെ. അരവിന്ദ് കെജ്രിവാളിന്റെ പുസ്തകമാണ് ഇത്. അരവിന്ദ് കെജ്രിവാളിന്റെ പുസ്തകമാണ് ഇത്. സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം. ഇനിയോ ഭഗത് സിംഗിന്റെ പുസ്തകമാണ് ഇത്. ഭഗത് സിംഗിന്റെ പുസ്തകമാണ് ഇത്. ഭഗത് സിംഗിന്റെ ആത്മകഥയാണ് ഇത്. വൈ ഐ ആം ആൻ എത്തീസ്റ്റ്, ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി എന്നുള്ളത് കേട്ടോ. ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി എന്നുള്ളത്. ഭഗത് സിംഗ് വൈ ഐ ആം ആൻ എത്തീസ്റ്റ് എന്നുള്ളത് ആരുടേതാണ്? ഭഗത് സിംഗിന്റെ പുസ്തകമാണ്. പിന്നെന്ത് ചെയ്യുക, ഭഗത് സിംഗിന്റെ എല്ലാ കാര്യങ്ങളും ഏത് സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാഹോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭഗത് സിംഗിന്റെ എല്ലാ കാര്യങ്ങളും ലാഹോറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജനിച്ചത് ലാഹോറിലെ ബാങ്കയിലാണ്. ഭഗത് സിംഗ് ചൗക്ക് ലാഹോറിലാണ്. ലാഹോർ ഗൂഢാലോചന കേസിലാണ് തൂക്കിലേറ്റപ്പെട്ടത്. ലാഹോർ ജയിലിലാണ് തൂക്കിലേറ്റപ്പെട്ടത്. 4 കാര്യങ്ങൾ. ലാഹോറിലെ ബാങ്കയിലാണ് ജനിച്ചത്. ഭഗത് സിംഗ് ചൗക്ക് ലാഹോറിലാണ്. തൂക്കിലേറ്റപ്പെട്ടത് ലാഹോർ ഗൂഢാലോചന കേസിലാണ്. തൂക്കിലേറ്റിയത് ലാഹോർ ജയിലിലാണ് കേട്ടോ. അപ്പൊ അതോടെ ഓർത്തിരിക്കാൻ, ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ഡേറ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയിൽ എടുത്ത് ചോദിക്കാറുണ്ട്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ ഡേറ്റ് ഒക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. മാർച്ച് 23 കേട്ടോ. 31 മാർച്ച് 23 എന്നുള്ളത്. ആ ഡേറ്റ് എന്തായാലും ഓർത്തിരിക്കണം അവിടെ കേട്ടോ. 31 മാർച്ച് 23 എന്നുള്ളത് എന്തായാലും ഓർത്തിരിക്കണം. 4 കാര്യങ്ങൾ ലാഹോറുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു. ജനിച്ചത് ലാഹോറിലെ ബാങ്കയിൽ, ഭഗത് സിംഗ് ചൗക്ക് ലാഹോറിൽ, ലാഹോർ ഗൂഢാലോചന കേസിൽ തൂക്കിലേറ്റിയത് 31 മാർച്ച് 23. അതിനല്ലേ ഞാൻ പറഞ്ഞേ, ഇതന്നല്ലേ ഞാൻ പറഞ്ഞേ. 31 വർഷമാണ് കേട്ടോ. 31 വർഷം എന്നുള്ളത് എങ്ങനെ ഓർത്തിരിക്കുക? 3 പേരെയും ഒരുമിച്ച് തൂക്കിലേറ്റിയത്, അതന്നെയാണ് 31 കേട്ടോ. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് 3 പേരെയും ഒരുമിച്ച് തൂക്കിലേറ്റിയത്. അപ്പൊ പിന്നെ മരിച്ച എന്നുള്ളതിൽ തന്നെ മാർച്ച് എന്നുണ്ട്. പിന്നെയോ തൂക്കിലേറ്റുമ്പോ കൗണ്ട് ഡൗൺ ഉണ്ടാവും. അതിലത്തെ 1, 2, 3 എന്നുണ്ടാവും. അതെവിടെയുണ്ട്? 31-ൽ 1 ഉണ്ട്. പിന്നെ നിങ്ങൾ 2, 3 ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യാം, ഡേറ്റ് ഓർത്തിരിക്കാം, മാസം ഓർത്തിരിക്കാം. 31 മാർച്ച് 23 എന്നുള്ളത്. 3 പേരെയും ഒരുമിച്ച് തൂക്കിലേറ്റ് ചെയ്യുക. അപ്പൊ 31 എന്നുള്ള വർഷം. മരിച്ച ദിവസമല്ലേ മാർച്ച്. പിന്നെയോ തൂക്കിലേറ്റ് ചെയ്താണ്. അപ്പൊ ആ ഒരു 1, 2, 3 എന്നുണ്ടാവും. 1 അവിടെ തന്നെ ഉണ്ട്. പിന്നെ ബാക്കി വരുന്ന 2, 3 നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഭഗത് സിംഗ് അത്രയാണ് അവിടെ എന്ത് ചെയ്യാനുള്ളത്, അവിടെ ഓർത്തിരിക്കാനുള്ളത്. ഇനിയോ ബാലഗംഗാധര തിലകന്റെ പുസ്തകം പറഞ്ഞോ. ബാലഗംഗാധര തിലകന്റെ പുസ്തകം പറഞ്ഞോ. ഗീതാരഹസ്യം. ഗീതാരഹസ്യം ബാലഗംഗാധര തിലകന്റെ പുസ്തകം. ആർട്ടിക് ഹോം ഓഫ് ആര്യൻസ് കേട്ടോ. ആർട്ടിക് ഹോം ഓഫ് ആര്യൻസ്. ബാലഗംഗാധര തിലകന്റെ ഗീതാരഹസ്യം, ആർട്ടിക് ഹോം ഓഫ് ആര്യൻസ് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. ആ 2 പുസ്തകം മതി കേട്ടോ. ആ 2 പുസ്തകം മതി. ഇനിയോ ശശി തരൂരിന്റെ പുസ്തകം പറഞ്ഞോ. The Era of Darkness, An Era of Darkness, Paradoxical Prime Minister. An Era of Darkness, Paradoxical Prime Minister, Why I Am a Hindu. ആ 3 പുസ്തകങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. Paradoxical Prime Minister, An Era of Darkness, Why I Am a Hindu. Why I Am a Hindu, Paradoxical Prime Minister, An Era of Darkness. 3 പുസ്തകങ്ങൾ അവിടെ പറഞ്ഞത്.
ഓക്കെ, ആ ക്വസ്റ്റ്യൻ പേപ്പർ അതോടുകൂടെ എന്ത് ചെയ്തു, അവിടെ തീർന്നു കേട്ടോ. നമ്മളിപ്പോ 6 ഫാക്ടുകൾ മാത്രം, 6 ചോദ്യം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത് ആകെ പറഞ്ഞത്. പക്ഷെ നമ്മളൊരു 60-ൽ കൂടുതൽ ഫാക്ട് എന്തെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അടുത്ത ക്ലാസ് 5 മണിക്ക് കേട്ടോ. അടുത്ത ക്ലാസ് 5 മണിക്ക് ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. അപ്പൊ അൺഅക്കാഡമി പ്ലസിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അറിവ് എന്ന LDC ക്രാഷ് കോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ആൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ 17-നാണ് സ്റ്റാർട്ട് ചെയ്തത്. 7 പേർ ചേർന്നിട്ടുള്ള പ്ലസ് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കേണ്ടവർക്ക് എന്ത് ചെയ്യാം, അൺഅക്കാഡമി പ്ലസിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഇപ്പൊ ലൈവ് ക്ലാസ് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അവിടെ റെക്കോർഡിംഗ് ക്ലാസ് കണ്ടും ഒപ്പം ക്ലാസ് കഴിഞ്ഞ് 2 മണിക്കൂറിനകം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ നോട്ട് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ മൻസൂർ ലൈവ് എന്നുള്ള ഒരു റെഫറൽ കോഡ് യൂസ് ചെയ്യാം. റെഫറൽ കോഡിൽ 10%ഉം പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് പോയിന്റ് ആണ് എന്ത് ചെയ്യുന്നത്, അടുത്തൊരു 10% എത്രയാണെന്നുള്ളത് നിങ്ങളുടെ ക്രെഡിറ്റ് പോയിന്റ്. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് ഒരു 19% എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ആ ഒരു സബ്സ്ക്രിപ്ഷൻ ചാർജിൽ കിട്ടും. അപ്പൊ അടുത്ത ക്ലാസ് 5 മണിക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത 5 മണിക്ക് കാണാം.